ഒഴിച്ചേറി ഉണ്ടാക്കാം. നാടൻ ഒഴിച്ചേറി എന്ന് പറയുമ്പോൾ നമ്മുടെ തക്കാളിയും ചെമ്മീനും ചേർത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. തക്കാളിയും ചെമ്മീനും ചേർത്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അതെ. അപ്പോൾ എല്ലാ സ്ഥലത്തും ചെമ്മീൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ഇപ്പോൾ പച്ച ചെമ്മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഉണക്ക ചെമ്മീൻ നന്നായി കഴുകി ഒന്ന് വെള്ളം മാറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എണ്ണ ഒഴിക്കാതെ റോസ്റ്റ് ചെയ്യുക. നമ്മൾ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ തക്കാളി വെന്ത് വരുമ്പോൾ ഈ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. പച്ചച്ചെമ്മീൻ്റെ അത്രയും വരില്ലെങ്കിൽ പോലും ആ ചെമ്മീൻ്റെ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ കറി കഴിക്കാം. പിന്നെ വെജിറ്റേറിയൻസിന് ചെമ്മീൻ ഒഴിവാക്കിയിട്ട് തക്കാളിക്കറി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ പരിഹാരം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും നോൺ വെജിറ്റേറിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചെമ്മീൻ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ വാങ്ങിച്ചിട്ട് തന്നെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. അതിനുശേഷം ഏതാണ് രണ്ടും ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുകൂടി നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയും ചെമ്മീനും തേങ്ങ അരച്ച കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ, ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് തക്കാളി എടുക്കാം. ഞാനിപ്പോൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചിയും ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു കഷ്ണം കുടംപുളി വേണം കേട്ടോ, എന്നാലേ നമ്മുടെ കറിക്ക് പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം, തക്കാളി മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ചേർക്കാം. ഇഞ്ചി ഉള്ളിയും ഒന്ന് കുക്കായി വരട്ടെ. ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇഞ്ചിയും ഉള്ളിയും ചതച്ച് തന്നെ ചേർക്കുന്നുണ്ട് ഈ കറിക്ക് ടേസ്റ്റ്. നമ്മൾ മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ചതച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ കളർ ഒരു റെഡ് ഷെയ്ഡായിട്ട് വരും. നമ്മുടെ കറിയുടെ കളർ അധികം റെഡ് ഷെയ്ഡായി പോരുത്, ഒരു യെല്ലോ ഷെയ്ഡിലാണ് നിൽക്കേണ്ടത്. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് കറിക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊന്ന് കുക്കായിക്കോളും. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മളിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി ഈ തക്കാളി കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ തക്കാളിയും ചെമ്മീനും കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് പകുതി കുക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെമ്മീൻ ചേർക്കുള്ളൂ. ഇപ്പോൾ ചേർക്കില്ല. ഇപ്പോൾ നമ്മൾ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുക്കായി വരട്ടെ. ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ കൂടെ ഒരു
2 പിഞ്ച് ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചതാണിത്. ഇതും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടംപുളിയൊക്കെ ഇടുന്ന കറിയാവുമ്പോൾ ഒരുപാട് ജീരകത്തിന്റെ ഫ്ലേവർ വന്നിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് വളരെ കുറച്ച് ജീരകം ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിൽ നിന്ന് സ്കിന്നൊക്കെ ഇതുപോലെ ഒന്ന് വിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് വിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീനും അതുപോലെ തന്നെ ഒരു 2 പീസ് കുടംപുളി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ കറിയാക്കി കഴിയുമ്പോൾ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പുളി എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ പുളി കൂടുതലായി പോവില്ല, ഓവറായി പോവില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ തക്കാളിയും കുടംപുളിയും ചേർത്തിട്ട് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് അരപ്പിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. അപ്പോൾ നമുക്ക് തിക്കായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം മതി. ഞാനിപ്പോൾ ഒന്നുകൂടി ലൂസാക്കാനായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് തിളച്ച് പോവരുത്. ഒന്ന് നന്നായിട്ട് ആവി വന്ന് ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ തിള വരും കേട്ടോ. അപ്പോൾ തിളച്ച് തേങ്ങ പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുളി ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ വീണ്ടും ഒരു പീസ് കുടംപുളിയും കൂടി ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുടംപുളി ഇട്ട് വെച്ച വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എരിവ് കുറവാണെങ്കിൽ 1 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാൻ അരപ്പിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുത്തത്. അതുകൊണ്ട് ഉപ്പ് കുറവുണ്ടാവില്ല. എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ എരിവും പുളിയും ഒക്കെ ചെക്ക് ചെയ്തു. എരിവും പുളിയൊക്കെ കറക്റ്റാണ്. പിന്നെ നമ്മൾ ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്മൾ ഇട്ടിരിക്കുന്ന കുടംപുളിയുടെ പീസുകളെടുത്ത് മാറ്റാം. അപ്പോൾ പിന്നെ പുളി കൂടിപ്പോവാതിരിക്കും. എന്താണെന്ന് വെച്ചാൽ തക്കാളിയും കുടംപുളിയും കൂടി വരുമ്പോൾ അത്യാവശ്യം പുളി ഉണ്ടാവും. പിന്നെ പുളി ഉള്ള കറിയാണിത്. അപ്പോൾ ഓവറായിട്ട് പുളി കൂടിപ്പോവാതിരിക്കാനാണ് നമ്മൾ ഈ 2 കുടംപുളിയുടെ പീസ് എടുത്ത് മാറ്റാന്ന് പറയുന്നത്. അത് ഈ ഒരു കറി എന്നല്ല, ഏത് കറി ഉണ്ടാക്കിയാലും നമ്മളിപ്പോൾ കുടംപുളി ഇട്ട കറി ഉണ്ടാക്കിയാലും പുളി കൂടിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ ആ പുളി എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ഉലുവ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. വറ്റൽമുളകൊക്കെ ഒരുപാടങ്ങ് കളറ് മാറിപ്പോവണ്ട. അപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് പുളിയൊന്നും പിടിച്ചു വരാനില്ല. നമ്മുടെ ചെമ്മീനിലേക്കൊക്കെ പുളി ഇപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള മീൻ, നമ്മൾ അധികം തിക്കായിട്ടുള്ള മീനൊക്കെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ പുളി പിടിച്ചു വരാൻ സമയം എടുക്കുള്ളൂ. ഇതുപോലെയുള്ള കറികളൊക്കെ വേഗം തന്നെ പുളി പിടിച്ചു വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു തക്കാളിയും ചെമ്മീനും ചേർത്തിട്ടുള്ള കറി ഉണ്ടാക്കി കഴിച്ചിട്ട്
ചോറിൻ്റെ കൂടെ തന്നെ ചേർത്ത് കഴിക്കണം. ചോറിനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുക്കിംഗ് റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.